എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ വാത്മീകി രാമായണം കുറച്ചുകൂടെ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് വേണ്ടി രാമനെ വിട്ടുതരണം എന്നപേക്ഷിക്കുന്ന ഭാഗം വാത്മീകി രാമായണം കുറേയേറെ പറയുന്നു. അതിനുവേണ്ടി 2-3 സർഗങ്ങൾ തന്നെ വാത്മീകി മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ വ്യാസർ വളരെ സംക്ഷിപ്തമായി ആ ഭാഗത്തെ അവതരിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തുടർന്ന് 2 രാമായണങ്ങളിലും കാണാൻ പറ്റുന്ന ഒന്ന്, വസിഷ്ഠൻ ആരാണ് വിശ്വാമിത്രൻ എന്നും എന്തുദ്ദേശത്തിനാണ് വിശ്വാമിത്രൻ വന്നത്, അതുപോലെ വസിഷ്ഠൻ ദശരഥനെ ഓർമ്മിപ്പിക്കുന്നതുണ്ട്, അങ്ങ് മുമ്പ് ആരായിരുന്നു, അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഭഗവാൻ പുത്രനായിട്ട് വരണം എന്ന് തപസ് ചെയ്തത്, ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ത്വം തു പ്രജാപതി പൂർവം കശ്യപോ ബ്രഹ്മണസുത കൗസല്യാജാതി ദേവമാതാ പൂർവം യശസ്വിനി. അങ്ങ് തന്നെ മുമ്പ് പൂർവജന്മത്തിൽ ഭഗവാൻ പുത്രനായിട്ട് അവതരിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തപം ചെയ്തവരാണ്. ആ തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടക്കും എന്ന്. അങ്ങനെയാണ് ജാതൗ ഭരതശത്രുഘ്നൗ ശംഖചക്രേ ഗദാഭൃത യോഗമായാപി സീതേതി ജാതാ ജനകനന്ദിനി. അതുപോലെ തന്നെ ശംഖ് ചക്രം, അതാണ് ഭരതശത്രുഘ്നന്മാരായിട്ട് ജനിച്ചത്. യോഗമായയും ജനകനന്ദിനി സീത ഇതി ജാത. അപ്പോൾ ജനകപുത്രിയായിട്ട് സീതയും ജനിച്ചിട്ടുണ്ട്. മാത്രമല്ല വിശ്വാമിത്രോപി രാമായ താം യോജിതുമാഗത ഏതദ് ഗുഹ്യതമം രാജൻ ന വക്തവ്യം കഥാചന. അധ്യാത്മരാമായണത്തിൽ വ്യാസർ അവതരിപ്പിക്കുന്നതാണ്. വിശ്വാമിത്രോപി രാമായ താം യോജയിതുമാഗത. എന്തിനാണ് അദ്ദേഹം ആഗതനായിട്ടുള്ളത്? രാമായ യോജയിതും, രാമനെ സീതയുമായി യോജിപ്പിക്കുന്നതിനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാമിത്രന്റെ ആഗതത്തിൻ്റെ ഉദ്ദേശം, വിശ്വാമിത്ര ആഗത അഭി, എന്തിനായിക്കൊണ്ടാണ് വിശ്വാമിത്രൻ വന്നത്? ഇതിനാണ്, സീതയുമായി യോജിപ്പിക്കാനാണ് വന്നത്. അതുകൊണ്ട് ഇത് രാജാവേ, രാജന് ഏതദ് ഗുഹ്യതമം, ഇത് അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ്. കഥാചന ന വക്തവ്യം, ഇത് ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. ഇത് അങ്ങ് പുറത്താരോടും പറയേണ്ടെന്ന് പറയും. പുറത്തു പറയേണ്ടതല്ല, ഇത് രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് ഇത് പുറത്തു പറയേണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു വളരെ സന്തോഷിപ്പിച്ചപ്പോഴാണ് ദശരഥന്
ആശ്വാസമായത്. അങ്ങനെയാണ് ദശരഥൻ വിളിക്കുന്നു രാമനെയും ലക്ഷ്മണനെയും ഒക്കെ വിളിച്ച് പറഞ്ഞയക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു തത്വചിന്ത എന്താണ് ആണെങ്കിൽ, ഈ ഗുരു എപ്പോഴും ഈ ദശരഥൻ ജീവന്റെ, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ജീവനെയാണ് ദശരഥൻ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മളത് എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഗുരു ദശരഥനെ അത് വസിഷ്ഠനും വിശ്വാമിത്രനും രണ്ടുപേരും മാറി മാറി ഇടപെടുന്ന സമയത്ത്, അല്ലെങ്കിൽ വസിഷ്ഠനാണ് ഗുരുവായിട്ട് കൂടെ തന്നെ ഗുരുവായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള ആള്. ഈ വസിഷ്ഠൻ ശ്രമിക്കുന്നത് എപ്പോഴും ആത്മബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തത്വവിചാരം ചെയ്ത് ആത്മബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് വസിഷ്ഠന്റെ ജോലി, അല്ലെങ്കിൽ ഗുരുവിന്റെ ധർമ്മം അതാണ്. ഗുരു എന്ന് പറഞ്ഞ വാക്കിന്റെ ശബ്ദത്തിന്റെ തന്നെ താല്പര്യം അതാണല്ലോ. ഗുകാരോ രന്ധകാരശ്ച രുകാരോ തദ് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേന. അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഗുരുവിൽ നിക്ഷിപ്തമായിട്ടുള്ളൂ, മറ്റൊന്നും ഗുരുവിലുള്ളതല്ല. അതാണ് വസിഷ്ഠൻ ചെയ്യുന്നത്. വസിഷ്ഠൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ ശരീര മനോബുദ്ധി ഉപാധികളാകുന്ന അന്ധകരണവൃത്തികളൊന്നുമല്ല, ആത്മാവാണ്. അപ്പൊ ഈ ആത്മാവാണ് എന്നുള്ള ബോധം, ആത്മാവിനെ കുറിച്ചാണ് എപ്പോഴും ബോധിപ്പിച്ചു കൊടുക്കുക. അത് രാമനെ പറഞ്ഞുകൊണ്ടാണ്. രാമൻ വാസ്തവത്തിൽ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ രാമനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നതിൽ അർത്ഥമില്ല, വ്യർത്ഥമാണ്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ജീവനെ സംബന്ധിച്ച് അതിന് സ്വയമേവ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതിനെപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവും. ഈ ശരീരത്തിൻ്റെ സ്വാഭാവിക ധർമ്മങ്ങൾ ഈ ആത്മജ്ഞാന സമ്പാദനത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ ആ തടസ്സമാണ് ഈ വിശ്വാമിത്രനൊപ്പം ശ്രീരാമനെ അയക്കാനുള്ള ദശരഥന്റെ തടസ്സമായി നിൽക്കുന്നത്. അതും വസിഷ്ഠൻ നീക്കിക്കൊടുക്കുന്നുണ്ട്. നമുക്കൊക്കെ ഇങ്ങനെയാണ്. നമ്മളൊരു ഈ ആധ്യാത്മികമായിട്ട്, ഇത് വളരെ ഒരു സൂക്ഷ്മമായിട്ടുള്ള തത്വചിന്തയാണ്. ഒരു സത്യം അറിയാൻ നമ്മളെ തന്നെ സംബന്ധിക്കുന്ന ഒരു ആഴത്തിലുള്ള മെഡിറ്റേഷനിലേക്ക് നമ്മൾ ഒരു ശ്രമം നടത്തുമ്പോൾ അതിന് തടസ്സങ്ങളായിട്ട് വരുന്നത് പുറത്തുനിന്ന് ആരും അല്ല. പുറത്തുനിന്ന് നമ്മളോട് ആരും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യരുത്, അത് ശരിയല്ല, നിങ്ങളിങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ മെഡിറ്റേഷനൊക്കെ ആയി ഇരുന്നാൽ, അങ്ങനെ പറയാൻ ആരും ഇല്ല. കാരണം നമ്മുടെ സ്വകാര്യമായിട്ടുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരെ അന്വേഷിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളത് പരിശീലിക്കുമ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് അവനവനിൽ നിന്ന് തന്നെയാണ്, അത് ബാഹ്യമായിട്ടുള്ള ശക്തികളല്ല. അപ്പം അത്തരം ശക്തികളെയാണ് ഇവിടെ ഈ തപസ്സിനെ മുടക്കുന്ന ആളുകളായിട്ട്, വിശ്വാമിത്രന്റെ യാഗത്തിന് ഭംഗമുണ്ടാക്കുന്നവരൊക്കെ ആയിട്ട് വരുന്നത്. അതിനാദ്യം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ രാമായണ ഇതില് വിശ്വാമിത്രൻ ചെയ്യുന്നത്, ഇവർക്ക് ആദ്യം തന്നെ പറയുന്നു,
വളരെ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ കിഞ്ചിത് ദേശം അതിക്രമ്യ രാമമാഹൂയ ഭക്തിത ദദൗ ബലഹം ച അതിബലാം വിദ്യേ ദ്വേ ദേവനിർമ്മിതേ. കുറച്ച് ദൂരം മുന്നോട്ട് പോയ സമയത്ത് വാത്മീകി അതിനെ അവിടെ ഗംഗാ തടത്തിൽ വെച്ച് ഈ ബലയും അതിബലയുമാകുന്ന മന്ത്രഗ്രാമം, മന്ത്രക്കൂട്ടത്തെ ഉപദേശം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. രാമനെ വളരെ ഭക്തിയോട് കൂടിയിട്ട് രാമം ആഹൂയ, രാമനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവനിർമ്മിതേ ബലാം അതിബലാം ച ദ്വേ വിദ്യേ, ബലയും അതിബലയും ദാനം ചെയ്തു. എന്തിനാണ്? യയോഹോ, ഇതുകൊണ്ട് ഗ്രഹണമാത്രേണ ക്ഷുത് ക്ഷമാതി ന ജായത്തെ, ഇത് വിശപ്പിനെയും ദാഹത്തെയും അതിജീവിക്കാനുള്ളതാണ്. ഈ രണ്ടെണ്ണമാണ് സത്യാന്വേഷണത്തിൽ നമുക്ക് വളരെ ഈ ആത്മാന്വേഷണം നടത്തുന്ന സമയത്ത് നമുക്ക് ജയിക്കേണ്ടതാണ്. ഈ വിശപ്പ്, ദാഹം. ഈ സത്യാന്വേഷണത്തിന് മുതിരുന്ന ആളെ സാധകൻ എന്നാണ് പറയുക. സാധകൻ. ആ സാധകൻ സത്യാന്വേഷണത്തിന് വേണ്ടി എന്തൊക്കെയാണോ അനുഷ്ഠിക്കുന്നത്, ആ അനുഷ്ഠാന പദ്ധതികളൊക്കെയാണ് സാധന എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധകൻ സാധനയിലൂടെ മുന്നോട്ട് പോകും, അയാളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് ഒരു സാധകന് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളുണ്ട്, യോഗ്യതകൾ എന്ന് പറയും. സാധനാ ചതുഷ്ടയ സമ്പത്തി എന്നൊക്കെ ഈ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശമദമാദികൾ എന്ന് പറയും. ശമ ദമ, ശമം എന്ന് പറഞ്ഞാൽ മനോനിഗ്രഹ എന്നാണ്. മനസ്സിനെ നിയന്ത്രണം ചെയ്യാൻ ഉള്ള കഴിവ് ആർജിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ മനസ്സിനെ നിയമനം ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് മനസ്സ് എന്ന് പറയുന്നത് വിചാരങ്ങളാണ്, ഒന്നിനു പിറകെ ഒന്നൊന്നായി വരുന്ന ചിന്തകൾ. ഇതിൻ്റെ സമ്മേളിക്കുന്ന ഒരു കൂട്ടമായിട്ടുള്ള അവസ്ഥയാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിനെ നിയമനം ചെയ്യുക, നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഈ ചിന്തകൾക്കൊപ്പം അലഞ്ഞു തിരിയാൻ അനുവദിക്കാത്ത ഒരു സമീപനത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം ചിന്തകൾ വരും പോകും. ചിന്തകൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടല്ല, മറിച്ച് ചിന്തകൾ വരും പോകും എന്നറിയുക. ആഗമാപായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത എന്ന് ഗീതയിൽ പറയും. ഇതൊക്കെ വരും പോകും, നീ അതിനനുസരിച്ച് പോവരുത്, നീ അതിനെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. അപ്പൊ നല്ലൊരു നിരീക്ഷകനായിക്കൊണ്ട്, ഈ നിരീക്ഷകനാകുന്ന സമയത്ത് തന്നെ ഈ ചിന്തകൾ അനാവശ്യമായ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അപ്പൊ ഈ ചിന്തകൾ ഇങ്ങനെ രൂപപ്പെടുന്നതിന് അതിനൊരു സോഴ്സ് ഉണ്ട്. അവിടെ പ്രധാനമായിട്ടാണ് ഈ ആഹാരത്തിൽ നിന്നാണ് മനസ്സ് രൂപപ്പെടുന്നത് എന്നാണ് ഉപനിഷത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
അന്നമയം ഹി സൗമ്യ മനഃ. കുട്ടി, അന്നമയമാണ് മനസ്സ്. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് അതിൻ്റെ, ക്ഷമിക്കണം, കഴിക്കുന്ന ആഹാരം അതിൻ്റെ സൂക്ഷ്മമായ അംശമാണ് മനസ്സായിട്ട് പരിണമിക്കുന്നത്. ഉപനിഷത്തില്, ചാന്തോക്യോപനിഷത്തിൽ അതിനൊരു ഒരു ഉദാഹരണം ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നത്, എങ്ങനെയാണോ തൈര് കടയുമ്പോൾ അതിൻ്റെ സൂക്ഷ്മ അംശമായിട്ടുള്ള നെയ്യ് എന്ന് പറഞ്ഞാൽ അത് വെണ്ണയാവും, വെണ്ണ ഉരുക്കി നെയ്യ് എടുക്കുന്നത് എങ്ങനെയാണ്, അപ്പം അതിൻ്റെ ആ തൈര് കടയുക എന്നുള്ള പ്രക്രിയയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായത് മുകളിലേക്ക് വന്ന് അത് ഇന്നതായി തീരുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മാംശമാണ് മനസ്സായി പരിണമിക്കുന്നത്. അന്നമയം ഹി സൗമ്യ മനഃ. അപ്പം അതിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അത് ശ്വേതകേതുവിന് മനസ്സിലാവാതെ വന്ന സമയത്താണ് ഉദ്ദാലകൻ 15 ദിവസം അവനോട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ 15 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കൂ, എന്നാൽ വെള്ളം കുടിച്ചോളൂ. വെള്ളം കുടിക്കുന്നില്ല എന്നെങ്കിൽ നിന്റെ ജീവൻ പോകുമെന്ന് പറഞ്ഞു. കാരണം പ്രാണബന്ധനം ഹി, പ്രാണനിൽ ബന്ധിക്കപ്പെട്ടതാണ് ജലത്തിലാണ് പ്രാണൻ ബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടി 15 ദിവസം വെറും വെള്ളം മാത്രം കുടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ കഴിഞ്ഞതിന് ശേഷം 16ാമത്തെ ദിവസം അച്ഛൻ ചോദിക്കുന്നതാണ്, നിന്റെ പഠിച്ച പാഠങ്ങളൊക്കെ കേൾക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ആ കുട്ടിക്ക് അത് കൃത്യമായി ഓർത്തെടുത്ത് പറയാൻ സാധിക്കാത്ത ഒരു വിഷമം, പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, അല്പം പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ അവൻ കുറച്ച് ഭക്ഷണം കഴിച്ച് വന്നു കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു. അപ്പോൾ അവന് ഓർമ്മയിലേക്ക് വന്നു, ഇതൊക്കെ സ്മൃതിപഥത്തിലേക്ക് വന്നു. അപ്പോൾ എന്തൊക്കെയാണോ അച്ഛൻ പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പം ഇത് നമുക്കും ഇങ്ങനെയാണ്. നമ്മൾ 15 ദിവസമൊന്നും വേണമെന്നില്ല, ഒരു കുറേ സമയം എന്തിലെങ്കിലും നമ്മൾ എൻഗേജ്ഡായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ആകെക്കൂടെ ഒരു തിരക്കിലേക്ക് വന്നു, അത്രയും അങ്ങനെ ഒരു ബിസി ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറി വീഴുമ്പോൾ ചിലപ്പോൾ അത്ര എന്തെങ്കിലുമൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കാണ് നമ്മൾ എന്തോ അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കൃത്യമായിട്ട് ഈ തല വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും. മര്യാദയ്ക്ക് കാര്യങ്ങളൊരു ഓർമ്മയിലേക്ക് വരാത്ത ഒരു ഇത്. കാരണം ഈ ഭക്ഷണമാണ് നമ്മുടെ ചിന്തകൾക്ക്, മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഊർജമായിട്ട് തീരുന്നത്. അത് വളരെ പ്രധാനമാണെന്ന് പറയാം. അപ്പം അതിൻ്റെ ഒരു നിയമനമാണ് ഈ ബലയും അതിബലയും കൊണ്ട്, ശമദമ എന്നൊക്കെ പറയുന്ന മനോനിഗ്രഹവും അതുപോലെ തന്നെ ബാഹ്യേന്ദ്രിയ നിഗ്രഹവും. ഈ ശമദമാദികൾ ഒരു അന്വേഷകന് വളരെ പ്രധാനപ്പെട്ടതാണ്. ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും, മനസ്സുൾപ്പെടുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാനുമുള്ള ഒരു കഴിവ് സാധകൻ എന്ന നിലയിൽ ആത്മാന്വേഷണം നടത്തുന്ന ഒരാൾക്ക് അത് കരഗതമായിരിക്കണം. അത് അവരെ സംബന്ധിച്ച് ഒരു യോഗ്യതയാണ്. അധികാരി എന്ന് പറയുന്നത് അതാണ്, ശമദമ. പിന്നെയുള്ളത് ശമദമ ഉപരതി. ഉപരതി എന്ന് പറഞ്ഞാൽ സ്വധർമ്മ അനുഷ്ഠാനമേവാന്ന്. നമ്മുടെ ഓരോ ധർമ്മങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സത്യാന്വേഷണം
ആത്മാന്വേഷണം നടത്തേണ്ടത്. അത് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മൾ എല്ലാ ഉത്തരവാദിത്വം ഇട്ടെറിഞ്ഞിട്ടല്ല. പിന്നെ തിതിക്ഷയിലും ഇത് തന്നെയാണ്. ഈ ബല അതിബലയൊക്കെ ഈ പറഞ്ഞ സാധനാ ചതുഷ്ടയ സമ്പത്തിയുടെ ഭാഗമായിട്ടുള്ളതാണ്. തിതിക്ഷ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യതേ എന്ന് പറയും. എല്ലാ ദുഃഖങ്ങളെയും പ്രതികാരമില്ലാതെ, സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യതേ എന്നാണ്. മറ്റ് ചിന്തകളൊന്നും കൂടാതെ ഒരു വളരെ പോസിറ്റീവായി തന്നെ അതിനെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം. അത് ഏത് വിപരീതങ്ങളാണെങ്കിലും എല്ലാ വിപരീതങ്ങളോടും നമ്മുടെ ഒരു നിലപാട് ആ വിപരീതത്തിനനുസരിച്ച് പോകുന്നതാവാതെ ഇരിക്കുക, അത് തിതിക്ഷയാണ്. ശമ, ദമ, തിതിക്ഷ, ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ എന്ന് പറയും. ഈ പറയുന്ന ഗുരുവിൻ്റെ വാക്കില്, അതുപോലെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നതിനെ സത്യബുദ്ധിയോട് കൂടിയിട്ട് അതിനെ വിശകലനം ചെയ്യാൻ, നന്നായിട്ട് സൂക്ഷ്മാർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള ശേഷി കൈവരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്ന മറ്റൊന്ന്. ഈ വ്യാസര് പരമശിവനോട് അപേക്ഷിക്കുന്ന ഒരു ഉപനിഷത്തില് പരമശിവനോട് പറയുന്നുണ്ട്, എൻ്റെ പുത്രന് അങ്ങ് ബ്രഹ്മോപദേശം നൽകണം എന്ന്. ശ്രീശുക ബ്രഹ്മർഷിക്ക് ബ്രഹ്മവിദ്യ പരമശിവൻ തന്നെ പകർന്നു നൽകണം എന്ന് വ്യാസർ അപേക്ഷിക്കുന്നുണ്ട്. ആ ഉപനിഷത്തിന്റെ പേര് ശുഗരഹസ്യോപനിഷത്ത് എന്നാണ്. ശുഗന് രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് ശിവനാണ്. അത് വ്യാസരുടെ അപേക്ഷ പ്രകാരം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അതില് ശിവൻ വളരെ ശ്രദ്ധയോടുകൂടി ശ്രീശുക ബ്രഹ്മർഷിയോട് പറയുന്നുണ്ട്. അപ്പൊ വ്യാസരാദ്യം പറയും, ഇവനെ ഞാൻ ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന് മറ്റൊന്നിനും ഇവനെ കിട്ടൂല, ഇവന് വ്യാവഹാരികമായ ഒരു കാര്യങ്ങളിലും വ്യാപരിക്കുന്ന ആളായിരിക്കില്ല. അപ്പോ വ്യാസർ പറയും, അതെ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അങ്ങനെ നടക്കണം എന്നൊക്കെ ഉള്ള സങ്കല്പത്തിലാണ് പറയുന്നത്. അപ്പോൾ പറയുന്ന ഒരു കാര്യം, അപ്പോൾ ശിവൻ ശ്രീശുക ബ്രഹ്മർഷിയോട് പറയുന്നതാണ്, വ്യാസർക്ക് 4 മക്കളാണല്ലോ, ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ, അതുപോലെ ശ്രീശുക ബ്രഹ്മർഷി. ഈ 4 പേരും 4 പുരുഷാർത്ഥങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരുമാണ്. ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് വിതുരൻ. മഹാഭാരതത്തിൽ വിതുരവാക്യം, വിതുരനീതിയൊക്കെ ധർമ്മോപദേശങ്ങളാണ്. വിതുരൻ എപ്പോഴും ധർമ്മത്തിന്റെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്. അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ധൃതരാഷ്ട്രൻ. അവിടെയാണ് അധികാരം, ഈ ഭരണം ഇത്യാദികളൊക്കെ വരുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ധൃതരാഷ്ട്രൻ. കാമത്തെ പ്രതിനിധാനം ചെയ്ത ആളായിരുന്നു പാണ്ഡു. ആ 4ാമത്തെ പരമപുരുഷാർത്ഥത്തെയാണ്, മോക്ഷത്തെയാണ് ശ്രീശുക ബ്രഹ്മർഷി പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ ഈ വ്യാസരൻ തന്നെ 4 മക്കളായിട്ട് അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ ചതുർവിധ പുരുഷാർത്ഥത്തെ തന്നെയാണ്.
അത് ഈ സന്ദർഭത്തിൽ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പരമശിവൻ ശ്രീ ശുക ബ്രഹ്മർഷിയോട് പറയും, ഈ പറഞ്ഞ നമ്മൾ ഈ ശ്രദ്ധ എന്ന് പറയുന്നിടത്ത് എന്താണ് ശ്രദ്ധ എന്ന് പറയാൻ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധിയാവധാരണ, അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കാൻ. അപ്പൊ ശിവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രവണം തു ഗുരോ പൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഇവിടെ നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്താണ്? ശ്രവണം തു ഗുരോ പൂർവം. അപ്പോൾ ഗുരുവിനെ കേൾക്കുക എന്നത് ആദ്യം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശ്രവണം എന്ന് പറയുന്നത്, കേൾക്കുക എന്നുള്ളത്. ഈ കേൾവി ശ്രദ്ധയോടുകൂടി സംഭവിക്കേണ്ടതാണ്. മുൻവിധിയോടുകൂടി കേൾക്കുമ്പം അതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾവി എന്ന് പറയുന്ന ഒരു പ്രക്രിയ നന്നായിട്ട് നടക്കണം. അപ്പോൾ ശ്രവണം തു ഗുരു പൂർവം. തുടർന്ന് നടക്കേണ്ടതാണ് മനനം തദനന്തരം. ഇത് ശ്രോതാവിൽ നടക്കേണ്ടുന്നതാണ്. അനന്തരം മനനം എന്ന് പറഞ്ഞാൽ കേൾവിയിൽ തന്നെ അടുത്ത പ്രോസസ്സാണ് മനനം എന്ന് പറയുന്നത്. നിധിധ്യാസനമിത്യേതത്. തുടർന്നോ കേട്ടത് മനനവും, മനനാനന്തരം അത് നിധിധ്യാസനത്തിന് വിധേയമാവണം. അപ്പോൾ ഈ ഗുരുവിൽ നിന്ന് കേട്ടത് എന്താണോ അതിനെയാണ് ഇവിടെ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധിയാവധാരണ എന്ന് പറയും. ആ സത്യബുദ്ധിയാവധാരണ എന്നുള്ളിടത്തേക്കാണ് ഈ മനനവും തദനന്തരം നിധിധ്യാസനം ഇത് ഏതത്, അനന്തരമുള്ള നിധിധ്യാസനം. ഇതാണ് പൂർണ്ണബോധസ്യ കാരണം. അറിവ് പൂർണ്ണമാകുന്നതിൻ്റെ കാരണമായിട്ടിരിക്കുന്നത് ഈ ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. ഇത് വളരെ ലളിതമായിട്ട് തോന്നാമെങ്കിലും ഈ വഴിയിലൂടെയല്ല നമ്മൾ പോകുന്നതെങ്കിൽ, കാരണം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് ഈ മനനത്തിനും നിധിധ്യാസനത്തിനും നമ്മളൊരു സ്കോപ്പ് കൊടുക്കാത്തത് കൊണ്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ ആരോ ചിന്തിച്ച് കൂട്ടിവെച്ച കാര്യങ്ങളാണ്. അതിൽ ഞാൻ എന്തിനാണ് ഒന്നും ചെയ്യേണ്ടതില്ല. അത് അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്ധമായ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിൽ ഈ ഒരു പ്രോസസ്സിലൂടെ അല്ല അത് വരുന്നത്. അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആശയങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് മനനവും നിധിധ്യാസനവും ഒരു സ്കോപ്പൊന്നുമില്ല. അത് അതുകൊണ്ടാണ് അതൊക്കെ അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ അജ്ഞാനത്തെ ദൂരീകരിക്കാനുള്ള പ്രക്രിയയാണിത്. ഇതാണ് ഈ വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും ഇടപെടലുകളായിട്ട് ഇവിടെ പറയുന്നത്. ഇപ്പൊ ശമാധമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം. സമാധാനം എന്ന് പറയുന്നത് മോക്ഷമേ ഭൂയാത് ഇത് ഇച്ഛ, എനിക്ക് സ്വതന്ത്രനാകണം എന്നുള്ള ആഗ്രഹത്തെയാണ് സമാധാനം എന്ന് പറയുന്നത്. അത് മനസ്സിൻ്റെ ചിത്തസ്യ അഗ്രേ ഏകവസ്തു വിഷയകത്വം എന്ന് പറയും. മനോബുദ്ധിയുടെ അഗ്രത്തിൽ ഒന്നിനെക്കുറിച്ചുള്ള ചിന്ത. അപ്പോ ഇവിടെ തുടർന്ന് വരുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അസ്ത്രാസ്തി താടക നാമ രാക്ഷസി കാമരൂപിണി. താടകയെ അവതരിപ്പിക്കുകയാണ്. ഇനി ഇവർക്ക് വധിക്കാനുള്ള ആളുകളൊക്കെയാണ്. രാമനും വധിക്കേണ്ടവരായിട്ടുള്ള വധാർഹരായിട്ടുള്ളവരാണ്. ബാധതേ ലോകമഖിലം ജഹിതാമ വിചാരയൻ. ഇവിടെ അത്ര
കാമരൂപിണി താടക നാമ രാക്ഷസി. താടക കാമത്തെ പ്രതിനിധാനം ചെയ്യുന്ന കാമരൂപിണിയാണ്. ഈ കാമം എന്താ പറയുക, ഒരു അവസാനമില്ലാത്തതാണ്. അത് ഒരിക്കലും അവസാനിക്കാതിരിക്കുകയും എന്നാൽ എല്ലാറ്റിലേക്കും അതിങ്ങനെ നമ്മളെ എടുത്ത് ചാടിച്ചു കൊണ്ടിരിക്കും. ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയും, ഈ ദുഷ്പൂരേണ അനലേനച്ച എന്നാണ് പറയുന്നത്. അത് പൂരിപ്പിക്കാൻ പ്രയാസം, അതായത് ഒരിക്കലും മതിയാകാത്ത, അഗ്നിക്ക് വിറകുകളെ ദഹിപ്പിക്കുന്ന സമയത്ത് മതിയാകാത്തതുപോലെ അത് നമുക്കതിനെ തൃപ്തിയാക്കാൻ സാധിക്കില്ല. അങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതാണ് അത് കാമം. അപ്പോൾ ഇതിന് അവസാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവസാനമില്ല. അങ്ങനെ അവസാനിക്കാത്ത ഈ ആഗ്രഹമാണ് ഇവിടെ കാമരൂപിണി എന്ന് വളരെ നന്നായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. താടക നാമ രാക്ഷസി കാമരൂപിണി എന്ന് പറഞ്ഞാൽ അതിന് ഏത് രൂപം വേണമെങ്കിൽ ധരിക്കാനുള്ള കഴിവുണ്ട്. ഏത് രൂപം വേണമെങ്കിലും. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ രൂപം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമുക്ക് വേണം എന്നുള്ളത് അതൊക്കെ നമ്മുടെ താടകയാണ്. അപ്പോ ഇതില് നമുക്ക് ഉടനെ സംശയം വരും, അല്ല ആഗ്രഹങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ? ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമില്ലേ? അതില്ലേ? ഇതില്ലേ? ഇതിനിവിടെ ഒരു ധർമ്മശാസ്ത്രത്തിൽ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ ഇഷ്ടം ധർമ്മേഷു യോജയേത് എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അതിനെ ധർമ്മവുമായി യോജിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ധർമ്മമാണ്. അപ്പൊ ധർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള കാമമാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ധർമാനുസൃതമായ കാമം. അപ്പൊ കാമത്തെ ധർമ്മത്തിൽ യോജിപ്പിക്കണം, അർത്ഥത്തെയും ധർമ്മത്തിൽ യോജിപ്പിക്കണം. ധനസമാഹരണം നമുക്ക് ആവശ്യമാണ് ലോകത്തിൽ ജീവിക്കാൻ. പക്ഷെ അതിനെ ധർമ്മത്തിൽ യോജിപ്പിച്ചുകൊണ്ടായിരിക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ താടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൽ യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്, ധർമാനുസൃതമല്ലാത്തത്. അത് ഏത് രൂപം വേണമെങ്കിലും ധരിക്കും. എന്നിട്ടോ നമ്മളെ തന്നെ ഉന്മൂലനം ചെയ്യുന്നതാണ്. അത്ര കാമരൂപിണി താടക നാമ രാക്ഷസി. ഈ രാക്ഷസി അസ്ഥി ഉണ്ട് എന്ന് പറയും. അഖിലം ലോകം, ഈ മുഴുവൻ ലോകത്തെയും, ഇത് മനോഹരമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത് നോക്കണേ. അഖിലം ലോകം, ഈ ലോകത്തെ എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്നാണ്. മുഴുവൻ ജനങ്ങളെയും അത് ബാധിക്കുന്നു. അപ്പൊ എല്ലാവരെയും പിടികൂടിയിരിക്കുന്ന ഒന്നാണ് ഈ താടക. അപ്പൊ താടക എന്ന് പറയുന്നത് ഒരു കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊടും കാട്ടിൽ ജീവിച്ച് അങ്ങനെ കഴിഞ്ഞു പോന്ന അവളെ ഒരു ദിവസം ശ്രീരാമൻ എന്ന് പറയുന്ന ആള് കൊന്നു. അതോടുകൂടി അവളുടെ എന്താ പറയുക, അവളുടെ നാശം അന്ന് തീർന്നതാ. ഇന്ന് താടക ഇല്ല എന്നല്ല, അവൾ ഇന്നും ഉണ്ട്. അവൾ ജനങ്ങളെ പിടികൂടിയിട്ടുണ്ട്, ലോകം മുഴുവനുള്ള ജനങ്ങളെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് അവളുടെ സ്വരൂപം? ഏത് വേഷവും ധരിക്കാൻ സാധിക്കുന്ന ആഗ്രഹങ്ങളാണ്, ഒടുക്കത്തെ ആഗ്രഹങ്ങളാണ്. എന്തൊക്കെ ദിവസവും നമ്മൾ വളരെ സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നതും കാണുന്നതും ഒക്കെ.
ചുറ്റും, നമുക്ക് ചുറ്റും തന്നെ. ഇതേ ഈ ആശ്രമത്തിന്റെ അവിടെ ഈ ആറിന്റെ തീരത്ത് ഒരാൾ തൂങ്ങി മരിച്ചു അത്ര. ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചതാണ്. ഇവിടെ ഈ കുണ്ടമൻ കടവ് പാലത്തിന്റെ പാലത്തിന്റെ മുകളിൽ നിന്നല്ല, അവിടെ അവിടെ ആ തീരത്ത് എങ്ങനെയാ അദ്ദേഹത്തിന് അവിടെ തൂങ്ങാനൊക്കെ പറ്റിയത് എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. അവിടെ ഈ പശുവിനെയൊക്കെ കിട്ടുന്ന അവിടെ കൊണ്ട് ആള് ജീവിതം അവസാനിപ്പിച്ചു. അപ്പൊ ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഓരോരുത്തർ ശ്രമിക്കുന്നു. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ വരുന്ന സമയത്ത് പല കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കാരണത്തിലേക്കല്ല പോകണം. പിന്നെ ഒന്ന്, ചിലരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെയും കൊല്ലുന്നു. ഈ താടക ഈ ലോകം മുഴുവൻ ഇവളിങ്ങനെ ജനങ്ങളെ പിടികൂടിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് മുഴുവൻ ലോകത്തെയും, അഖിലം ലോകം ബാധത്തെ, മുഴുവൻ ലോകത്തെയും ജനങ്ങളെയും ഇവള് ബാധിച്ചിട്ടുണ്ട്. താം അതിനെ അവിചാരയൻ ഹനി, കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല, മടി കൂടാതെ, ഒട്ടും വൈകാതെ എന്തു വേണം? ഹനി, ജയിച്ചാലും, എന്താ പറയാ, ഹനിച്ചാലും, കൊന്നാലും. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ കൊല്ലേണ്ടത് താടകയെയാണ്. ഈ കൊല എന്ന് പറയുന്നത് പുറത്ത് ആരെയല്ല, പുറത്ത് നമുക്കൊരാളെ കൊല്ലുന്നത് ഒഴിവാക്കണമെങ്കിൽ നമ്മളിൽ ഈ കൊല നടത്തണം. നമ്മൾ താടകയെ തീരെ പരിഗണിക്കുന്നില്ല. താടകയ്ക്ക് വളരാൻ, അതുപോലെ തന്നെ താടകയ്ക്ക് വിലസാൻ നമ്മൾ അവസരം കൊടുക്കുന്നുവെങ്കിൽ താടകയുടേതായിട്ടുള്ള ഏത് രൂപം വേണമെങ്കിൽ അത് സ്വീകരിക്കും. ഈ പറഞ്ഞതുപോലെ അത് നമ്മളെ തന്നെ വകവരുത്തുകയും ചെയ്യും. നമ്മളെ വകവരുത്തുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ തോക്ക് സംഘടിപ്പിക്കും, അത് സംഘടിപ്പിക്കും, ഇത് സംഘടിപ്പിക്കും. പിന്നെ അവിടെ വ്യക്തിബന്ധങ്ങളില്ല. ഈ താടകയെ ഗീതയിൽ അവതരിപ്പിക്കുന്നത് വേറൊരു രൂപത്തിലാണ്. എന്താണ് അവിടെ പറയുമ്പോൾ, ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ, സംഘാത് സംജായതേ കാമാത് ക്രോധോ വിജായതേ, ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഓരോരുത്തരിങ്ങനെ ഓരോന്നിനെ ധ്യാനിച്ചു കൂട്ടുന്നു. ധ്യായതോ വിഷയാൻ പുംസഃ, ആഗ്രഹങ്ങളാണ്. ഇന്നത് വേണം എന്ന് തോന്നുന്നു. അപ്പോഴോ അതില് തേഷു സംഘഃ ഉപജായതേ, അതിൽ സംഘം ഉണ്ടാവുന്നു. അപ്പോ സംഘാത് സംജായതേ കാമഃ, താടക അപ്പോഴേക്കും രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. ആ താല്പര്യം തോന്നുമ്പോൾ പിന്നെ അത് വേണം എന്നുള്ള ഒരു അടക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ എനിക്കൊരു ഒരു കുട്ടിയെ സ്വന്തമാക്കണം, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ ഒരാളങ്ങോട്ട് അന്ധമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ നമ്മൾ ഇപ്പോഴും സമൂഹത്തിലെ ഒരു അനിഷ്ടം, നമുക്ക് കേൾക്കാൻ അത്ര ഹിതകരമല്ലാത്തൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ കുറച്ചു നേരം ന്യൂസ് കണ്ടപ്പോൾ നമ്മൾ പിന്നെ അത് ഓഫാക്കി.
സകലരും ചോദിക്കുന്ന ഈ തോക്ക് എങ്ങനെയാ കിട്ടുന്നത്, ഈ തോക്ക് എങ്ങനെ ഒരാൾക്ക് തോക്ക് ഇങ്ങനെ എത്ര അനായാസേന തോക്കൊക്കെ ലഭിക്കാൻ സംഗതി എങ്ങനെയാണ് എന്നും പറഞ്ഞ് തേരാ പാരാ ചർച്ചകളാണ്. അത് ഈ ചില രാഷ്ട്രീയത്തില് ചില വിദ്വാന്മാർ വന്നിട്ട് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ തോക്കൊന്നുമല്ല വിഷയം. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ എന്താണ് വില്ലൻ. വില്ലൻ ഇവിടെ താടകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കാമങ്ങളെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു ഈ സൊസൈറ്റിയിൽ, പുതിയ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്ന ആധുനിക ലോകത്ത് നമ്മൾ ഇതിന് കൊടുക്കുന്ന പ്രാമുഖ്യം എത്രയാണ്. നമ്മളിങ്ങനെ വിനോദത്തിനും വിജ്ഞാനത്തിനുമൊക്കെ വേണ്ടി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമ, അതുപോലെ നോവല്, കഥകള്, കവിതകള്, ഇതിലൊക്കെ ഇതിനെ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതല്ല ഇതിനെ ഊട്ടി വളർത്തുന്നതാണോ? അപ്പൊ ഈ സമൂഹത്തെ ഒരു നല്ലൊരു ഹെൽത്തി സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇപ്പൊ രാമായണത്തിന് ഒരു പങ്കുണ്ടെങ്കിൽ അത് ഇതാണ്. നമ്മിലെ താടകയെ നമ്മൾ വധിക്കുന്ന സമയത്താണ് സമൂഹത്തിന് അത് ഗുണപരമായിട്ട് ഭവിക്കുക. അല്ലാതെ നിങ്ങളിത് മൈക്ക് വെച്ചിട്ട് എത്ര ഉച്ചത്തിൽ വെറുതെ രാമായണം വെച്ച് കീറിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശബ്ദമലിനീകരണം എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഈ മാസത്തിന് കുറച്ചൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ രാമായണം എന്ന് പറഞ്ഞ് കുറെ പേര് അങ്ങോട്ട് ഇറങ്ങും അതിന്റെ പേരിൽ. ഇവിടെ രാമൻ താടകയെ വധിച്ചുവെങ്കിൽ ആ താടക ആരാണ്? ആ താടകയെ ഇന്ന് വർത്തമാന കാലത്തിൽ ഞാൻ ആ താടകയെ കണ്ടെത്താൻ, എന്നിലെ താടകയെ നമ്മൾ ഓരോരുത്തരും, ഇതാണ് ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന് പറയുന്നത്. ഓരോരുത്തരും രാമനാവുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലാതെ അവിടെ ഒരു രാമനൊരു അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അതിലെന്തോ വലിയ ബിൽഡിംഗ് ഒക്കെ വലിയൊരു കുറെ തൂണ് കാലുകൾ ഉണ്ടാക്കി എന്നിട്ട് അവിടെ എന്തോ കുറച്ച് രാമൻ എവിടെയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ഹനുമാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമന്ദിരത്തിലാണ് രാമൻ ഉണ്ടാവേണ്ടത്. ഹൃദയമന്ദിരമേ സദാരഹോ എന്നാണ്, അങ്ങനെയാണ് കവി പാടിയിട്ടുള്ളത്. പ്രേമ സേ ആവോ പ്രഭുജി ഹൃദയ മന്ദിർ മേ സദാ രഹോ. വളരെ പ്രേമത്തോടു കൂടി അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയമന്ദിരത്തിൽ ഞാൻ എൻ്റെ ഹൃദയം തന്നെ അങ്ങേക്ക് ഒരു മന്ദിരമാക്കി തീർത്തിരിക്കുന്നു. അവിടെ എപ്പോഴും സദാരഹോ. അപ്പൊ അവിടെ രാമൻ എപ്പോഴും ഉണ്ട് എങ്കിൽ അവിടെ തന്നെ താടകയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ആരാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് രാജ്യത്ത് ആര് കൈയാളുന്നു എന്നുള്ളതിൻ്റെ സൂചന. അപ്പൊ ഈ വർത്തമാന കാലത്ത് താടകമാര്, അപ്പൊ നമ്മൾ ഇയാൾക്ക് തോക്ക് കിട്ടിയോ, കത്തി കിട്ടിയോ, അത് കിട്ടിയോ, ഇത് എവിടുന്ന് കിട്ടി, അത് ആര് കൊടുത്തു, ഇവിടെ അവര് ശരിയല്ല, ഇവര് ശരിയല്ല, പോലീസ് ശരിയല്ല, സർക്കാർ ശരിയല്ല, ഒന്നും ശരിയല്ല. ആകെ ശരിയുള്ളത് ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന ആള് മാത്രം. അതല്ലല്ലോ വേണ്ടത്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എവിടേക്കാണ് ഈ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്? അതിനെ എൻ്റെ ആഗ്രഹങ്ങളോട് നേർക്ക് നേർ സംവദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? അങ്ങനെ സംവദിക്കാൻ പോകുന്ന ഒരു ശിക്ഷണം നമുക്ക് സമൂഹത്തിന് നൽകാൻ സാധിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
നമുക്ക് തോന്നുന്നത്, നമ്മൾ ഈ പ്രഭാഷണങ്ങളിലൊക്കെ ഇത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഈ പഴയ ആളുകൾ, പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കുട്ടിക്കാലത്ത് രക്ഷിതാക്കളായിട്ടുള്ള അവരുടെ സമപ്രായക്കാരൊക്കെ ആയിട്ടുള്ളവർ ഉപദേശിക്കുന്ന സമയത്ത് വാക്കുകളൊക്കെ ആയിട്ട് പറയുന്നതും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതും തമ്മിലൊക്കെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് തോന്നും അത് നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കണം. അതായത് പണ്ടുള്ളവർ പറയാറ്, മോനെ നന്നായി കഷ്ടപ്പെട്ടിട്ട് പഠിക്കണം, നീ എത്ര കഷ്ടപ്പാടാണെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് വളരണം, നിനക്ക് എന്തായാലും ഒരു നല്ല ഭാവി ഉണ്ടാവും, നീ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു നല്ല ദിവസം വരും. അപ്പൊ ഈ കഷ്ടപ്പാടിൽ ദാരിദ്ര്യമുണ്ട്, പലതുമുണ്ട്. ഇതൊക്കെ നീ സഹിക്കണം, എന്നിട്ടും മോൻ പഠിക്കണം. അപ്പൊ അവർ നല്ലൊരു പ്രതീക്ഷയുടെ, ഇപ്പൊ ഞാൻ ഈ കഷ്ടപ്പെടുന്നതിന് നാളെ എനിക്കൊരു നല്ലൊരു ദിവസം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പ്രതീക്ഷ അവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇതൊക്കെ മാറും, ഞാൻ വലുതാവും, ഞാൻ നേരെയാവും. അപ്പം ഇത് സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും എല്ലാവരും പറയാറുള്ളതാണ്. അതുപോലെ നീ അധ്വാനിച്ച് നിന്റെ വിയർപ്പ് കൊണ്ട് 10 കാശ് സമ്പാദിക്കണം. അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് പറയാറ്. നിന്റെ അധ്വാനം കൊണ്ട്, നിന്റെ വിയർപ്പ് കൊണ്ട് നീ സമ്പാദിക്കണം. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം പറയുന്നത് എന്താണ്? അച്ഛൻ തന്നെ മോനോട് പറയുന്നത്, എടാ എങ്ങനെയെങ്കിലും പാസ്സാവും, എങ്ങനെയെങ്കിലും നീ ഒന്ന് ഡിഗ്രി എടുക്ക്. എങ്ങനെ എന്ന് അച്ഛൻ മോനോട് പറയുന്നില്ല, എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷനാണ്. നീ മാർക്ക് തിരുത്തിയിട്ടോ, നീ പരീക്ഷ എഴുതാതെ തന്നെ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞിട്ടോ, എങ്ങനെയാണോ നിനക്കത് സാധിക്കുക അങ്ങനെ. പക്ഷെ പണ്ടൊരു രക്ഷിതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ കഷ്ടപ്പെട്ടിട്ട് പഠിക്കണം എന്നാ പറഞ്ഞത്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. നിങ്ങൾ ഇത് കേൾക്കുന്നവരൊന്ന് ആലോചിച്ചാൽ മതി. എങ്ങനെയെങ്കിലും, എടാ നീ എങ്ങനെയെങ്കിലും ഒന്ന് ആ ഡിഗ്രി എടുക്ക്. അപ്പൊ മോൻ ചോദിക്കുക, എങ്ങനെയാച്ചാ, എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത്? എങ്ങനെയായാലും കുഴപ്പമില്ല. അതെ. അപ്പൊ എങ്ങനെ എന്നുള്ളത് അത് മകന് വിട്ടുകൊടുത്തിരിക്കുക, അല്ലെങ്കിൽ മകൾക്ക് വിട്ടുകൊടുത്തിരിക്കുക, എങ്ങനെയെങ്കിലും. പിന്നെയോ, എടാ എങ്ങനെയെങ്കിലും 10 കാശ് സമ്പാദിക്കും, എങ്ങനെയെങ്കിലും 10 കാശ് സമ്പാദിക്കും. ഓരോരുത്തർ കണ്ടില്ലേ? അപ്പൊ അവനെങ്ങനെയാ ആലോചിക്കുന്നത്? എന്നാ പിന്നെ തട്ടിപ്പറിച്ചിട്ടോ മോഷണം നടത്തിയിട്ടോ എങ്ങനെയെങ്കിലും. ഇത് ഉത്തരവാദിത്തപ്പെട്ട അച്ഛനാ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയെങ്കിലും 10 കാശ് സമ്പാദിക്കുക എന്ന്. എങ്ങനെ എന്നില്ല. അപ്പോ നമ്മുടെ ഒരു നിരീക്ഷണത്തില് നമുക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാണ് സമൂഹത്തിൽ താടക പിടികൂടിയിരിക്കുന്നത്, താടക പൂർണ്ണമായി ഗ്രസിച്ചിരിക്കുന്നത്? കാമരൂപിണിയായിട്ടുള്ള താടക, പല വിധത്തിൽ വേഷം മാറാൻ പ്രാപ്തയായിട്ടുള്ളവൾ രൂഢമൂലമായി സമൂഹത്തെ പിടിമുറുക്കിയാൽ, സമൂഹം ആ താടക പിടിമുറുക്കുമ്പോഴാണല്ലോ ഭൂമിക്ക് ഭാരമാവുന്നത്. ദശകണ്ഠനെയൊക്കെ വധിക്കാൻ വരട്ടെ, ആദ്യം തന്നെ നമുക്ക് ഇവരെ തന്നെ ശരിയാക്കാനുണ്ടല്ലോ. അപ്പൊ ഇത്
നമ്മുടെ അതുകൊണ്ട് ഈ പണ്ടുള്ളതിനേക്കാൾ ഇപ്പോൾ തന്നെ ഈ ദുര്യോധനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്ക് ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രമാണ് ദുര്യോധനൻ എന്ന് പറയുന്നത്. അതുപോലെ രാവണനൊക്കെ. ഇവർ ഈ രാവണനെ കുറിച്ച് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവണൻ എന്ന് പറയുന്ന തത്വം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ദുര്യോധനൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ടാണ്. അല്ല, ഇതിനെ പൂർണ്ണമായി അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇതെന്താ ഈ നെഗറ്റീവ് വേർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇന്ന് സൊസൈറ്റി അങ്ങനെയായി. അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, പണ്ടൊന്നും ഇത്ര കേട്ടിട്ടില്ല. രാവണൻ അസോസിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ദുര്യോധന അസോസിയേഷൻ. കർണനെ കുറിച്ച് പറയാറുണ്ട്. കാരണം കർണന് മുഴുവൻ അങ്ങോട്ട് കുഴപ്പമൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. എന്നാലും കർണന്റെ പക്ഷത്ത് നിന്ന് ഒരുപാട് കർണനെ പ്രകീർത്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കർണൻ ദുര്യോധന്റെ കൂടെ നിന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ കുഴപ്പമുള്ളതല്ല. ഇപ്പൊ അതല്ല. ഏറ്റവും നെഗറ്റീവായിട്ടുള്ളതിനെ, അതാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുക. അങ്ങനെ ഒരു അവസ്ഥ എത്തി. അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ ഇതാണ്. ഇപ്പൊ വീരപ്പൻ തന്നെ ഒരു വീരപുരുഷനാണ് പലർക്കും. അപ്പൊ വീരപ്പൻ കാട്ടില് എന്താ ചെയ്തത്, അങ്ങനെയൊന്നും അതൊന്നുമില്ല. വീരപ്പൻ ചെയ്തതൊക്കെ ധർമ്മത്തിന് വേണ്ടിയാണെന്നാ പറയുന്നത്. എന്തോ ആവട്ടെ, നമ്മളിപ്പോ വീരപ്പന്റെ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് തന്നെയാണ് നമ്മള് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇത് വ്യാസര് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന സമയത്ത് ധർമ്മദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മദേവന് 13 ഭാര്യമാരും അധർമ്മന് ഒരു ഭാര്യയും, ഈ 2 പേരുടെ ദാമ്പത്യത്തെ കുറിച്ച് പറയുന്നത്. ആരൊക്കെയാണ് ധർമ്മന്റെ ഭാര്യമാരായിട്ട് പറയുന്നത്? ശ്രദ്ധ, മൈത്രി, ദയാ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയോന്നതി, ബുദ്ധിർമേധ, തിദിക്ഷാഹ്രി, മൂർത്തിർ ധർമ്മസ്യ പത്മയ. ധർമ്മദേവന്റെ ഭാര്യമാർ. ഇത് 13 സ്ത്രീകളെ കല്യാണം കഴിച്ച കാര്യമല്ല പറയുന്നത്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രീ, എല്ലാം വിശിഷ്ട മൂല്യങ്ങളെ, 13 വിശിഷ്ട മൂല്യങ്ങളെ ഒരാള് തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. അതാണ് സഹധർമ്മിണി എന്ന് പറയുന്നത്. ധർമ്മത്തിൽ തന്നെ ചരിക്കാൻ പ്രേരിപ്പിക്കുന്നവൾ. അങ്ങനെയാണ് ഭാര്യയ്ക്ക് സഹധർമ്മിണി എന്ന പേര് വരുന്നത്. എന്നിട്ടോ ഈ 13 ഭാര്യമാരിൽ ഓരോ ഭാര്യയിലും കുട്ടികൾ ഉണ്ടാകുന്നു. ആ കുട്ടികളൊക്കെയോ അതിലും വിശേഷപ്പെട്ട മൂല്യങ്ങൾ. ശ്രദ്ധാസുത ശുഭം മൈത്രി, പ്രസാദം അഭയം ദയ, ശാന്തി സുഖം മുദം തുഷ്ടി, സ്മയം പുഷ്ടിരസൂയത, യോഗം ക്രിയോന്നതിർ ദർപ്പം അത്വം ബുദ്ധിരസൂയത, മേധാസ്മൃതിൻ തിദിക്ഷാതു, ക്ഷേമം ഹ്രീ പ്രശ്രയം സുതം. വീണ്ടും വിശിഷ്ടങ്ങളായിട്ടുള്ള മൂല്യങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ഉപമൂല്യങ്ങളൊക്കെ സന്തതികളായിട്ട് പറയുന്നു. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ ഉടനീളം അനുവർത്തിക്കുന്ന ജീവിത മൂല്യങ്ങളെ, ഏത് മൂല്യത്തെയാണോ അദ്ദേഹം സ്വീകരിക്കുന്നത്, അത് ഭാര്യമാരായിട്ടും അവരുടെ അതിൽ ജനിക്കുന്ന സന്തതി പരമ്പരകളെ തുടർന്നു വരുന്ന മൂല്യങ്ങളായിട്ടും പറഞ്ഞിരിക്കുക. എന്നാൽ അധർമ്മന്റെ
അധർമ്മൻ ഒരേ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ. മൃഷാധർമ്മസ്യ ഭാര്യ ആസീത്. മൃഷയാണ്, തെറ്റിദ്ധാരണയാണ് അധർമ്മന്റെ ഭാര്യ എന്ന് പറയുന്നത്. അതിലോ ദമ്പം മായാം ച ശത്രുഹന്, ദമ്പവും മായയും യുവമിഥുനങ്ങൾ രണ്ട്, ഒരാണും ഒരു പെൺകുട്ടിയും ജനിക്കുന്നു. അവർ പരസ്പരം വിവാഹം കഴിക്കുന്നു, അതിൽ കുട്ടികൾ ജനിക്കുന്നു. വീണ്ടും അവര് എന്താണ്, താഭ്യാം ക്രോധശ്ച ഹിംസാച, ക്രോധം, ഹിംസ, കലി, മൃത്യു, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സന്തതി പരമ്പരകൾ ജനിക്കുന്നു. എന്നിട്ടോ നമ്മളെ തന്നെ അവസാനത്തെ സന്തതിയുടെ പേര് നിരയം എന്നാണ്. നിരയം എന്ന് പറഞ്ഞാൽ നഷ്ടം, ആത്യന്തികമായിട്ടുള്ള നഷ്ടം. പരമ്പര, ആ സന്തതി പരമ്പര അവിടെയാണ് അവസാനിക്കുന്നത്. അപ്പം നമ്മളാകുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഉത്കർഷവും നാശവും ഈ രണ്ട് വിവാഹങ്ങളിലൂടെ സംഭവിക്കുന്നു. ഒരിടത്ത് വിവാഹമായിട്ട് പറയുന്നു, വേറൊരിടത്ത് പറയുമ്പം അവരെ വധിക്കേണ്ടതായിട്ട് പറയും. അപ്പൊ ഈ വധിക്കുന്നില്ല എങ്കിലോ ഇത് ഭാര്യയായിട്ട് കൂടെ കൂടും. ഇവരൊക്കെ വരണമാല്യം എടുത്ത് ഇങ്ങനെ എന്താ പറയാ നടക്കുകയാണ്, ആരെ കണ്ടാലും കഴുത്തിലിടാൻ. എന്തൊക്കെ ട്രാപ്പിൽ നമ്മൾ പോയി വീഴുന്നുണ്ട്. ഏതൊക്കെ ആധുനിക കാലത്ത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ, എജാതി തട്ടിപ്പ് വെട്ടിപ്പുകളാണ്. SMS വരിക, നിങ്ങൾക്ക് ഇത്ര ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇത് ക്ലിക്ക് ചെയ്തോളൂ, എന്നിട്ട് ബാങ്കിൽ പോയിട്ട് അത് മേടിക്കുക. കേട്ടപടി കേൾക്കാത്ത പടി, അതിൻ്റെ പിറകിൽ ഓടുക. ഇങ്ങനെ രാവിലെ മുതൽ നമ്മളെ ഇറങ്ങുകയാണ്, എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞിട്ട്. എന്താ ഇങ്ങനെ ഈ പറ്റിക്കപ്പെടാൻ കാരണം എന്താണ്? താടകയാണ്. ഈ താടകം ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോ ഒരു ഈ ശമോമിത്ര സുധാമാച്ച, ശമമാകുന്ന മിത്രം സുധാമാവായിട്ട് ഈ മനസ്സിനെ സംയമനം ചെയ്യിക്കുന്ന ഒരാൾ സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ താടകയ്ക്ക് ഒരു ഓപ്ഷൻ, താടകയ്ക്ക് അവിടെ വരാൻ പറ്റില്ല. സുധാമാവ് ദരിദ്രനാണ് മൂപ്പര്, പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. ആരാണ് സുധാമാവ്? ശമമാണ്, മനോനിഗ്രഹ. അത് കൂടെ ഉണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ അതാണ് വേണ്ടത്. ഈ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പിറകെ പോയാൽ സമാധാനം ഉണ്ടാവില്ല. ആദ്യത്തെ കൊലപാതകം അതിനെയാണ് രാമനോട് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ വധിക്കുന്ന കാര്യത്തിൽ താം അവിചാരയൻ, മറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല, കൊന്നോളൂ എന്ന്. ഇതാണ് നമ്മുടെയും കാര്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. എല്ലാം നമുക്ക് ധർമ്മവുമായിട്ട് ചേർക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ ധർമ്മവുമായി ചേർന്ന് അതിനെ പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര കോടാനുകോടി സമ്പാദിക്കണോ, ധർമാനുസൃതമാകട്ടെ, ഏത് ആഗ്രഹങ്ങൾക്കും ധർമ്മവുമായി യോജിപ്പിച്ചുകൊണ്ട്, അങ്ങനെ ധർമ്മവുമായി യോജിപ്പിക്കുമ്പോഴോ അവരന് അത് ദുഃഖം ഉണ്ടാക്കില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം. സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം. അപ്പോൾ ഹാൻഡ് റൈസ് ബട്ടൺ ഓൺ ആക്കിക്കോളൂ. ഇതിൽ പലരും സ്വാമി, നമ്മുടെ
ആക്കിയിട്ടില്ല. അല്ലേ? ഓ. നമസ്കാരം ഉഷാജി. ഹരിയം സ്വാമിജി. ആ ആ, നമസ്കാരം. നമ്മളെ ഈ ഇന്നത്തെ സമൂഹ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചത് ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെ. ആ കാരണം ഇങ്ങനെ ഒരു രാമായണത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുമ്പോഴാണല്ലോ ഒരു അവയർനെസ് ഉണ്ടാവുന്നത്. അതെ. അത് ഈ താടകയെ പ്രചോദിപ്പിക്കുന്നതാണ്. ഇപ്പൊ കാഴ്ചയും കേൾവിയും എല്ലാം താടകയെ ഈ ഇടയ്ക്കൊരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു പഠനം. നമ്മുടെ മലയാളം ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ പരസ്യം സ്വർണത്തിനാണ്. ഏറ്റവും കൂടുതൽ പരസ്യം മലയാള ടെലിവിഷനിൽ സ്വർണത്തിന്. അതെ കേൾക്കുന്നുണ്ടോ സാജി? അതെ 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 കേൾക്കുന്നു. തൊട്ടടുത്ത സ്ഥാനം വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അപ്പോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും മലയാളിയുടെ വായനാശീലം ഒരുപാട് വായിക്കുന്നവനാണല്ലോ മലയാളി. പക്ഷെ അതല്ല. പഠന ഉപകരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ജോലി കിട്ടാനുള്ള കാര്യങ്ങളാണ്, പ്രായോഗികമായ കാര്യങ്ങൾ. അപ്പൊ സ്വാമി പറഞ്ഞില്ലേ എങ്ങനെയും ഒരു ജോലി തരപ്പെടുത്തുക. അപ്പൊ ഈ സ്വർണത്തിന്റെ ഒരു പരസ്യവും ഈ പരസ്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം ഒരു തൊഴിൽ നേടുക, അല്ലെങ്കിൽ പണം സമ്പാദിക്കുക, സ്വർണം വാങ്ങിക്കുക, സ്വർണം പോലെ ആഡംബര സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ആയിപ്പോയി മലയാളി മനസ്സ്. നമ്മള് ഈ മാനവീയ വിഷയങ്ങൾക്ക് ഇപ്പൊ പാഠ്യപദ്ധതിയിൽ പോലും സ്ഥാനം കൊടുക്കുന്നില്ല. ഇപ്പൊ കൃഷ്ണനെ ലാളിക്കുന്ന യശോദയെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. മാനവീയ വിഷയങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ ഈ പ്രായോഗികമായ ഒരു തൊഴിൽ തേടുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആഡംബര സാധനങ്ങൾക്കുള്ള പ്രിയവും വർദ്ധിപ്പിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീധനവും പിന്നെ ഈ വെടിവെപ്പും തൂങ്ങി മരണവും എല്ലാം വരുന്നത്. ഇപ്പൊ സ്വാമി അത് പറഞ്ഞത് ഭയങ്കര നല്ല ഒന്നാന്തരമായിട്ടൊരു വിഷയമായിരുന്നു. അതെ. നമ്മളിതിനെ അഡ്രസ് ചെയ്യുക, ഇതിനൊക്കെ ഐഡിയൽ ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സീരിയലുകൾ കാണുന്നത്. ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒന്നാണ് സീരിയലുകളും പല സിനിമകള്. ഇതിലൊന്നും ഒരു ഈ ഈ നമുക്ക് തോന്നുന്നു ദുൽഖർ സൽമാന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിന്റെ പേര് വാശി എന്നാണ്. അതൊരു ശരിക്ക് പറഞ്ഞ ആ വാശി എന്ന് പറയുന്നത്, വാശിയാണോ ആ സിനിമയുടെ പേര് അതാണോ എന്ന് അറിയില്ല. കലി കലി ആ കലി കൃത്യമായിട്ട് അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് അതിന്റെ അതിനേക്കാൾ കുറച്ചുകൂടെ ഇതായിട്ട് കൈകാര്യം ചെയ്ത അതെ സെയിം സബ്ജക്റ്റ്. നമുക്ക് തോന്നുന്നു ഇംഗ്ലീഷിന്റെ ഇൻഫ്ലുവൻസ് ആണ് ആ മൂവി, പക്ഷെ അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ നിന്നുണ്ടാവുന്ന കലി ഉണ്ടാക്കുന്ന ഓരോ കുഴപ്പങ്ങളുണ്ടല്ലോ. താങ്ക് യു സ്വാമിജി. വളരെ സന്തോഷം. ആരാ? സന്തോഷ് കുമാർ ഉണ്ട്. സന്തോഷ് കുമാർ ഉണ്ടോ? സ്വാമിജി ഉണ്ട്. ഹലോ, നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണം വളരെ പിന്നെ നേരത്തെ ഉഷാജി പറഞ്ഞ പോലെ എല്ലാതും ഈ ആധുനിക കാലത്തെ കാമങ്ങളോട് ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഭയങ്കര ആകർഷണീയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നലെ ഉഷ മാഡം ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ വ്യാസരാണ് അധ്യാത്മ രാമായണം രചിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറ്റ് പുസ്തകങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പലരും ഇത് നമ്മൾ പറയുമ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലരും അതിനെ അറിയപ്പെടാത്ത ഒരാൾ എഴുതിയതാണ് 15-ാം നൂറ്റാണ്ടിൽ എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കാരണം കൊണ്ട് അപ്പം അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂചിപ്പിച്ച നന്നായി. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഈ ആസുരതയുടെ അല്ലെങ്കിൽ താടക രാവണൻ എന്നൊക്കെ പറയുന്ന ഈ രാക്ഷസത്വത്തിൻ്റെ ഒരു സംഗതിയും ഈ കാമനകളിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പം ഈ കാമനകൾ
രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസവും കാമനകൾ രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ജീവിത സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ പൊതുവിൽ കാണാൻ കഴിയാതെ. കാരണം കൊണ്ട് പണ്ടത്തെ ആളുകൾ സ്വാമി പറഞ്ഞ പോലെ അങ്ങനെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ പറയില്ല, എങ്ങനെയെങ്കിലും നീ ജയിക്കാൻ പറയില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും മാതാപിതാക്കളടക്കം അല്ലെങ്കിൽ പൊതുവിൽ സമൂഹം തന്നെ അങ്ങനെ ആവശ്യപ്പെടുന്ന വിജയിക്കുന്നവൻ, പണമുള്ളവൻ വിജയിക്കുന്ന ഒരു ലോകമായി മാറിയിട്ടുണ്ടല്ലോ ഈ കാലം. അപ്പൊ അത് പൊതുവിൽ നമ്മുടെ ഒരു ജീവിത രീതി തന്നെ അങ്ങനെ മാറിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ വരുന്നത്. പൊതുവിൽ നമ്മുടെ ഒരു ധർമ്മശാസ്ത്രങ്ങൾ ഇതുപോലെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾക്ക് ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും മറ്റ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ചിന്താ പദ്ധതികളൊക്കെ ദർശനങ്ങളൊക്കെ നമ്മളെ പ്രബോധിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാണ്ട് പോവുകയും നമ്മുടെ ദൈവചിന്ത എന്നുള്ളത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വരികയും പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന ഏറ്റവും മോശമായിട്ടുള്ള അസുരമായിട്ടുള്ള സംഗതികളാണ് നമുക്ക് അനുകരിക്കേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരികയും ചെയ്യുന്നത് തന്നെയല്ലേ ഇതിനൊരു കാരണമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ സ്വാമിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ ആ സമയത്ത് തോന്നിയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഒന്ന് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നന്നാവും തോന്നുന്നു. ഇതില് ആദ്യം പറഞ്ഞ ഈ വ്യാസരാണ് അധ്യാത്മരാമായണം എഴുതിയത് എന്ന് വ്യാസരാണോ? ഇപ്പൊ വ്യാസരാണോ ബ്രഹ്മസൂത്രം എഴുതിയത്, മഹാഭാരതം എഴുതിയത്, ഈ പറഞ്ഞ പുരാണങ്ങളും ഇതൊന്നും എഴുതിയത് വ്യാസരാണോ എന്ന് ചോദിച്ചാൽ വ്യാസർ എവിടെയും പോയിട്ട് കോപ്പിറൈറ്റ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ട് വ്യാസരുടെ പേരിലോ വ്യാസരുടെ മക്കളുടെ പേരിലോ ഒന്നും ഇതിനങ്ങനെ ഒരു വൈറ്റൽ ഡോക്യുമെന്റ് ഒന്നും നമുക്ക് ഒരു സ്ക്രിപ്റ്റേഴ്സിന്റെയും കാണാൻ സാധിക്കില്ല. ഒരു സ്ക്രിപ്റ്റേഴ്സിന്റെ ഒന്നിന്റെ ഇതിൻ്റെ നല്ല ഒന്നിൻ്റെത്. വാത്മീകി രാമായണത്തിന് തന്നെ വാത്മീകി എന്ന് പറയുന്നത് എന്ത് ഓതന്റിസിറ്റിയാണ് ഉള്ളത്? അങ്ങനെയൊന്നും പറയാൻ ഇല്ല. കാരണം പൂർവികരായിട്ടുള്ള അവര് ഇങ്ങനെ അതിൽ റൈറ്റ് എടുത്ത് എഴുതി വെച്ച് അവരുടെ മക്കൾക്ക് അതിന്റെ പകർപ്പവകാശം കൊടുത്ത് അതിന്റെ മുകളിൽ ഇതിന്റെയൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ട് കോപ്പിറൈറ്റ് വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരം വാദകോലാഹലങ്ങൾക്ക് വ്യാസരാണോ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിലാണോ അതോ ഈ കഴിഞ്ഞ ഈ വർഷമാണോ, നമ്മളോട് ഇപ്പൊ ഒരാൾ പറയണത് ഈ കഴിഞ്ഞ കൊല്ലാണ് ഈ അധ്യാത്മരാമായണം വ്യാസരുടെ പേരിൽ ഒരാൾ എഴുതി വെച്ചതെന്ന് പറഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് യുക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു നടക്കുന്നതാണ്. അതുകൊണ്ട് ആരാണിത് എഴുതിയത്, എന്നാണ് ഇത് എഴുതിയത്, നമുക്കതിന് ഉത്തരം രാമകൃഷ്ണദേവന്റെ ആ മാവിന്റെ ചുവട്ടിൽ നിന്ന് വിശപ്പുള്ളവൻ മാമ്പഴം കണ്ടപ്പോൾ അത് എടുത്ത് കഴിക്കുന്നു. ഇതൊന്നും ഇല്ലാത്തവൻ ഇതാരാണ് ഈ മാവ് ഇവിടെ നട്ടത്, മാവിന് ഇല എത്രയാണ്, എന്തിനാണ് മാവ് ഇങ്ങനെ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇത് ഇപ്പൊ ഇവിടെ നമ്മുടെ മുന്നിൽ ഈ സാധനം ഉണ്ട്. വ്യാസരാണോ ഇനി വാത്മീകിയാണോ ഇനി വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാലും എക്സ് ഓർ വൈ ആരോ ആവട്ടെ, തൽക്കാലം നമ്മളിപ്പോ വ്യാസൻ എന്ന് പേരിട്ടിരിക്കുന്നു. വേറെ ആരും വലിയ കോപ്പിറൈറ്റ് ഒന്നും ഈ പറയുന്നവരൊന്നും ഞങ്ങളാണിത് എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നാല് ഈ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കാര്യത്തിൽ നമുക്കുള്ള വലിയൊരു ഇതെന്താണെന്നറിയോ? ഭയങ്കര ഒരു രസം. ഈ ശങ്കരാചാര്യരൊന്നും എഴുതാത്ത, ശങ്കരാചാര്യരുടേത് എന്ന് പറയാൻ ഒരു തരത്തിലും സാധിക്കാത്ത, വെറും അങ്ങേയറ്റം സമൂഹത്തിനെ ദുഷിപ്പിക്കുന്ന നിഷ്ഠൂരമായിട്ടുള്ള വൃത്തികെട്ട ആഭാസങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശങ്കരാചാര്യരുടെ അക്കൗണ്ടില്ല. ഒരിക്കലും ഇവരാരും പറയാറില്ല ഇല്ല ശങ്കരാചാര്യരെ പോലൊരാള് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതും എന്ന്. അതിനെക്കുറിച്ചൊന്നും അവർ പറയില്ല. ഈ ഗീതാ ഭാഷ്യത്തിലും അതിലും ഇതിലൊക്കെ ഓരോ ഏടാകൂടങ്ങൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും അവർക്ക്, അതൊക്കെ മൂപ്പരുടെ അക്കൗണ്ടിൽ തന്നെയാണ് ഇവരിടുക. എന്നിട്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർ പറയേ ഇതൊന്നും ഇന്നാളുടെ അല്ല, ഇന്നാളുടെ അല്ല. ഇവരെന്ത് ഈ ആധികാരികതയെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് അതിപ്പോ ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കണ്ടെത്തലാണ്. വലിയ വിവരമൊന്നുമില്ല ഇവർക്ക്, ഇത് പറയുന്നവർക്ക്. അപ്പോ ഇതിലെ കോമഡി എന്താന്ന് പറഞ്ഞാൽ മഹാഭാരതം കൂട്ടി എഴുതാൻ അറിയാത്തവരാണ് പലരും. അപ്പോ അതുകൊണ്ട് ഇപ്പൊ ശങ്കരാചാര്യരെ കുറിച്ച്, എല്ലാവരെ കുറിച്ച്, എഴുത്തച്ഛനെ കുറിച്ച് ഒക്കെ ചരിത്രകാരന്മാർക്ക് ഭിന്നമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. സ്വാമിജി, ഇത് സ്വാമിജി ഇപ്പൊ പറയുന്ന വ്യാസന്റെ രാമായണം മലയാള ലിപിയിൽ എഴുതിയതുണ്ടോ? മലയാള ലിപിയിൽ ഉണ്ടല്ലോ.
മറ്റേ വേണ്ട. നമ്മുടെ മറ്റേ എന്താ പറയുക, പണ്ഡിറ്റ് ഗോപാലൻ നായർ ഇതിനെ വ്യാഖ്യാനിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അല്ല, കംപ്ലീറ്റ് ഈ മലയാള ലിപിയിൽ തന്നെയാണോ അത് ഉള്ളത്? അതെ അതെ അതെ, പണ്ഡിറ്റ് ഗോപാലൻ നായർ ആ, വ്യാസരുടെ അധ്യാത്മ രാമായണത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഭാഗവതം വ്യാഖ്യാനിച്ചതുപോലെ തന്നെ. വ്യാഖ്യാനിക്കുക ചെയ്തല്ലേ, അങ്ങനെയല്ലല്ലോ. അതെ അതെ, മൂലശ്ലോകം മലയാളത്തിൽ തന്നെ എഴുതിയിട്ട് ആ, അതാ അങ്ങനെ. അങ്ങനെ. അന്വയം അപ്പൊ അന്വയാർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അതിനൊരു സംഗീതം അങ്ങനെ ആലപിക്കാൻ തരത്തിലുള്ളതാണോ ഇത്? അതെ, നമ്മുടെ അനുഷ്ടുപ്പിലും ദൃഷ്ടുപ്പിലും ആണ്, ഭഗവത്ഗീതയുടെ അതേ മീറ്ററാണ്. അപ്പൊ നമുക്ക് ലക്ഷ്മിയെ കൊണ്ട് കുറച്ചൊന്ന് പാടിപ്പിക്കണേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഇതുവരെ സ്വാമി കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാമി ഇന്നാള് പരാമർശിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും ഇത് വിവർത്തനം ഉണ്ടെന്നാണ് ഞാൻ. അത് ഈ പദ്യരൂപത്തിലാണോ അതെ ഗദ്യ ഉണ്ണിയുടെതൊക്കെ ഈ പറഞ്ഞ എഴുത്തച്ഛന്റെ രൂപത്തിലാണ്? ചൊല്ലിയിട്ടുള്ളതല്ല. ആ, ശരി ശരി. സ്വാമി യുക്തിവാദം എന്ന് പറയുമ്പോഴേ, യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ ഭാരതത്തിലുള്ള ചിന്താ പദ്ധതികളൊക്കെ ഒരുവിധം യുക്തിപരമായിരുന്നല്ലോ. ഒരു കേവല യുക്തിവാദികളാണ് എന്നുള്ളൊരു സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നല്ലതാണ്. അല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ ഈ പുതിയ വലിയ യുക്തിയൊന്നും ഇല്ലാത്ത കുറച്ച് യുക്തിവാദികളുണ്ട്. ആധുനിക യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തിവാദികൾക്ക് പോലും അവമാനമായിട്ടുള്ള യുക്തിവാദികൾ, പ്രത്യേകിച്ച് യുക്തിവാദി വെറുതെ അന്തവും കുന്തവും ഇല്ലാത്ത എന്തെങ്കിലും ഓരോന്ന് പറയും. നമ്മൾ പലപ്പോഴും ഇത്തരം യുക്തിവാദികളെ കൊണ്ട് ഇപ്പോ നാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ അവർ ഉടനെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയും. എന്ത് പിന്നെ അവർ അതാണ് അവരുടെ യുക്തിവാദം. അപ്പോ അതിൽ നമുക്ക് താല്പര്യമുള്ളതല്ല. ആരാ സൗമ്യ എന്താണ് പറയൂ? സൗമ്യ കേൾക്കാം? സൗമ്യ മ്യൂട്ട്. ബിജോയ്. സ്വാമിജി, ഞാൻ നമസ്കാരം. ഞാനിന്ന് സ്വാമിജിയുടെ അത് കേട്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇതെങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും നമ്മുടെ മനസ്സിലാണ് ഇങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ നമ്മളെ ഇന്നത്തെ എല്ലാം പഠിപ്പിക്കുന്നത് ഭക്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രമാണ്. ശരിക്കും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല ശരിക്കും. അപ്പം എനിക്ക് ഇന്നാണ് ശരിക്കും അതിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ എങ്ങനെയാണ് പോകുന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത്. ശരിക്കും വളരെ ആയിരുന്നു സ്വാമി ഇന്നത്തെ. വളരെ സന്തോഷം. ഇതാണ് നമ്മളെ സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ വ്യക്തി ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതുവഴി കുടുംബത്തെയും സൊസൈറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളിത് ഉൾക്കൊള്ളുമ്പോഴാണ്, നമ്മുടേതായിട്ട് തീർക്കുമ്പോഴാണ്. അല്ലാതെ ഇത് ഒരു ചരിത്ര ഗ്രന്ഥം പോലെ ഇത് ഇപ്പോൾ വായിച്ചതുകൊണ്ട് എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അമ്പലത്തിൽ മൈക്കും വെച്ച് ഭക്തി എന്ന് പറഞ്ഞാൽ എന്ത് ഭക്തിയാണ്? അതൊന്നും ഭക്തിയല്ല. അതൊക്കെ ഒരു തരം എന്താ പറയുക, ഭക്തി എന്ന് ഇതിൽ പറയുന്ന ഭക്തിയൊന്നും അല്ല. സ്വാമിജി, എനിക്കൊരു മകളുണ്ട്. അപ്പം അവൾക്ക് ഇതൊക്കെ ഒന്ന് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാലയങ്ങളിൽ പോലും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടല്ല പഠിപ്പിക്കുന്നവർ. അവർ ശരിക്കും ഭക്തിന് ഇമ്പോർട്ടൻസ് ആയിട്ട് മാത്രമേ പഠിക്കുള്ളൂ. അവർക്ക് ശരിക്കും ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ പഠിക്കാൻ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവസരം പോലും ഇല്ല. കാരണം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കുഞ്ഞുങ്ങളിൽ. ശരിക്കും എനിക്ക് എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു തിങ്കിങ് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇല്ല. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി എവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ തുടങ്ങും, അങ്ങനെയാണല്ലോ വേണ്ടത്. ഇപ്പോ ആരും ഇങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയാതെ ഇരുന്നിട്ടില്ലല്ലോ. നമ്മള് ഭഗവത്ഗീത 18 അധ്യായവും ഇത് ഒരുമിച്ച് പറയണം, ഒരു സ്ഥലത്ത് ഇരുന്ന് പറയണം, ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്ന നല്ല നിശ്ചയത്തിന്റെ ബോധ്യത്തിന്റെ പുറത്താണ് 2003 തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഇത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കുന്നത് 108 ദിവസം തുടർച്ചയായിട്ട്. അത് പിന്നെ ആളുകൾ കേൾക്കണം, വീട്ടിലിരുന്ന് കേൾക്കാൻ അവർക്ക് സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഇത് ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ വഴി ACV വഴി കേരളത്തിൽ മുഴുവൻ അത് എത്തിയത്. പിന്നീടാണ് 2005 അതിൻ്റെ ഒരു സ്വീകാര്യതയാണ് എറണാകുളം TDM ഹാളിൽ ഇത് നടന്നത്. അത് പിന്നെ 2005 അതെ
2006 ഏപ്രിൽ 14 അല്ലേ ഉഷാജി? ഒരു വിഷുവിനല്ലേ നമ്മൾ അതെ അത് അതെ അതെ ദൂരദർശനിൽ രാത്രി 9:30 മുതൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഉഷാജി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള വലിയ സ്വീകാര്യതയുണ്ട്. കാരണം വീട്ടിലിരുന്ന ആളുകളുടെ സ്വീകരണ മുറിയിൽ ഇരുന്നിട്ട് അത് കേൾക്കുകയായിരുന്നു. ഭഗവത്ഗീതയാണ് അത് അങ്ങനെ ചെയ്തത്. പിന്നെ ഉപനിഷത്തും നാരായണ ഗുരുദേവ ദർശനങ്ങളും ഒക്കെ. രാമായണം നമ്മുടെ ഒരു വലിയ ഒരു ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു അതുപോലെ ചെയ്യാൻ. കുറേ കാലമായിട്ട് മനസ്സിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമും പിന്നെ നമുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അത് ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ കിടക്കും, ആർക്ക് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ഫോർമാറ്റിലേക്ക് അത് വരുന്നു. ഒരു കാലത്ത് മരത്തിൽ ഊർജപത്രത്തിൽ അവർ ആണി കൊണ്ടൊക്കെ എഴുതിയതാണ് ഇതിൻ്റെ എന്താ പറയുക മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പിന്നീട് ഓലകളാകുന്നു, പേപ്പറാകുന്നു, ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ ഇപ്പം വരുന്നു. ആ മാറ്റങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നമുക്കിതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളാണല്ലോ അത് ചെയ്യേണ്ടത് ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും സമൂഹത്തിൽ ഓരോരുത്തരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ നല്ലതാണ്. ഓക്കെ സ്വാമി, സന്തോഷം. ഓക്കെ സൗമ്യ. സ്വാമി സുനിൽ ഉണ്ട് അടുത്തത്. സൗമ്യ. സുനിൽ പോയോ? ഇവിടെ ഉണ്ട് സ്വാമി. സുനിൽ പറയൂ സ്വാമി. അന്നമയം ഹി സൗമ്യ മനഃ എന്ന് പറയുന്നില്ലേ? ആ പക്ഷെ അങ്ങനെയാണെങ്കിൽ സൗണ്ട് സ്വാമി എന്താ പറഞ്ഞോളൂ, കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പൗരോഹിത്യ വർഗം ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അവർ ക്രൂരകൃത്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ക്രൂരകൃത്യം ഇപ്പോ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കൃത്യം ക്രൂരമാവുക അല്ലെങ്കിൽ ഇന്നതാവുക എന്നും ഭക്ഷണത്തിന് ഇത് പറയണ്ട. കഴിക്കുന്ന ഭക്ഷണം മനസ്സായിട്ട് പരിണമിക്കുന്നു, അത്രയേ ഉള്ളൂ. കൃത്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കൃത്യത്തിന് നമുക്ക് അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇപ്പൊ സസ്യാഹാരം മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യില്ല എന്നൊരു വാദം നമ്മൾ മുന്നോട്ട് വെക്കുന്നില്ല. ശരി സമയം. ഡോക്ടർ ജി പറയൂ. നമസ്കാരം സ്വാമിജി. ഹരിയോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ് അതിഗംഭീരമായിരുന്നു. വളരെയധികം പ്രായോഗിക തലത്തിലുള്ള എന്താ പറയാ കറണ്ടായിട്ടുള്ള ഒരു വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇത്. എല്ലാവരിലോട്ടും ഇത് എത്തുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഭയങ്കര സന്തോഷം തോന്നി, കാരണം അത് വളരെ കണക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് എന്താ പറയാ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലോട്ട് എത്താൻ കുറച്ച് വളരെ ബുദ്ധിമുട്ടാണല്ലേ സ്വാമിജി? അത് നമ്മുടെ ആ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. താടകമാരെ വധിക്കാൻ അതെ, അത് എന്താ പറയാ നമ്മുടെ ദശരഥന് വസിഷ്ഠന്റെ കൂടെ വിശ്വാമിത്രന്റെ കൂടെ കുട്ടികളെ വിടുക എന്നുള്ള പ്രയാസമാണ്. ആ വാത്മീകി അവതരിപ്പിക്കുന്ന പ്രയാസമാണ് അവിടെ. വാത്മീകി രാമായണത്തിൽ ദശരഥന്റെ ജൽപ്പനങ്ങൾ എന്തൊക്കെയാണോ ആ ജൽപ്പനം സൊസൈറ്റിയുടെ ജൽപ്പനമാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ ഓക്കെ, അത് ശരിയാ അല്ലേ? നമ്മുടെ ആ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻഹിബിഷൻ അല്ല, ആ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്കിൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സംഭവം സ്വാമിജി, അതിനുള്ളൊരു ഏറ്റവും പറ്റിയൊരു വഴി ഈ ധ്യാനം, നിധിധ്യാസനം അതൊക്കെ തന്നെയാണ്. എന്നാലും ആദ്യം നമ്മുടെ നാമജപം തന്നെയാണോ അതിന്റെ ആദ്യത്തെ ഒരു ഇത് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്? ഞാൻ ഒരുപാട് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അതാ. അല്ല, നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന് അതെ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതെ. അറിവ് കൊണ്ട് മാത്രമാണ് സാധിക്കുക.
ഉം ഉം. അതുകൊണ്ടാണ് ഗീതയിലൊക്കെ പറയുന്നത് യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അർജുന, എങ്ങനെയാണോ വിറകുകൾ അഗ്നി എരിച്ച് ചാമ്പലാക്കുന്നത്, ഏധാംസി എങ്ങനെയാണ് ഈ വിറകുകളെയൊക്കെ അഗ്നി ചാമ്പലാക്കുന്നത്, യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ, അതുപോലെ ജ്ഞാനാഗ്നി അറിവാകുന്ന അഗ്നി നീ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നിലനിൽക്കില്ല, എല്ലാം ഭസ്മീകരിക്കപ്പെടുന്നു പറയും. അപ്പോൾ അറിവാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗീതയും നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ എന്ന് പറഞ്ഞത്. അറിവിന് സദൃശമായിട്ട് പവിത്രമെന്ന് ഉദ്ഘോഷിക്കാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അറിവ് നേടുക, ഏതിനെയും നമുക്ക് ജയിക്കാനുള്ള ഉപായം എന്ന് പറയുന്നത് അറിവാണ്. അറിവില്ലായ്മയാണ് അവിടുത്തെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം. ഓക്കെ സ്വാമിജി. അപ്പൊ ഉപനിഷത്തുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രോഗ്രസീവായിട്ട് വന്നുകൊള്ളും എന്തായാലും എന്ന് തന്നെയാണോ സ്വാമിജി പറയുന്നത്? അല്ല, ഇപ്പൊ ഉപനിഷത്ത് പഠിക്കാതിരിക്കുക എന്നുള്ളത് വേറെ വിഷയം. അല്ല, ഓരോന്നും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, അല്ല, നമുക്ക് ഏതാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മളിപ്പോ ഒരു ജനറൽ ആയിട്ട് നമ്മളിപ്പോ ഡോക്ടർ ജിയുടെ കാര്യം മാത്രം പറയില്ല. അതെ അതെ. ഒന്നിനെ അതിവർത്തിക്കണം അല്ലെങ്കിൽ ഇതിനെ ജയിക്കണം എന്ന് തോന്നുന്നത് ആ ആൾക്ക് എക്സ് ഓർ വൈ അവർക്ക് തന്നെ അറിയാലോ കൃത്യമായിട്ട് ഏതിനെയാണ് എനിക്ക് ജയിക്കേണ്ടത് എന്നുള്ളത്. താടകയെ എനിക്ക് കൊല്ലണം എങ്കിൽ ഞാൻ കൊന്നേ പറ്റൂ താടകയെ, ഞാനാണ് കൊല്ലേണ്ടത്, വേറെ ആരും. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ താടകയോടൊപ്പമാണ് വസിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരാൾക്ക് താടകയെ വധിക്കുക എന്നുള്ളത് സാധിക്കുന്നതല്ല. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാം അയാളുടെ വാസം താടകയോട് കൂടെയാണ്. പക്ഷെ മറ്റൊരാൾ ഓർമ്മിപ്പിക്കുന്നു, നോക്കൂ, നിങ്ങൾ താടകയോടൊപ്പം കഴിയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷെ അയാളത് അംഗീകരിക്കില്ല. അയാൾ പറയും ഞാൻ സീതയുടെ കൂടെയാന്ന് പറയും. അതെ. അപ്പോ അവനവനാണ് ഇത് മറ്റൊരാളെ നമ്മളിത് ഏൽപ്പിക്കുന്നതിന് പകരം ഈ ദൗത്യം ചെയ്യേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഇത് ആത്മനിഷ്ഠമാണ്, വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. നമ്മളാണ് അതിനെ ശ്രമിക്കേണ്ടത്. അറിവ് കൊണ്ട് തന്നെ നമുക്കതിനെ അത് നിഗ്രഹിക്കാൻ കഴിയും അല്ലേ സ്വാമിജി? അറിവ് ഒന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. അറിവാകുന്ന വാളുകൊണ്ട്, ജ്ഞാനാസി, അറിവിന്റെ വാളുകൊണ്ട് നീ ഇതിനെ ജയിക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. രാമനും ഇപ്പോൾ തുളസീദാസ് രാമായണത്തിൽ വരുമ്പോൾ അവിടെ വിഭീഷണ ഗീത പറയുമ്പോൾ അതാ പറയുന്നു, എൻ്റെ യുദ്ധ ഉപകരണങ്ങളൊക്കെ വിഭീഷണന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെയാണ്. ജ്ഞാന പരശു എന്നാണ്. എൻ്റെ പരശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, അറിവാണ്. അറിവിൻ്റെ പരശു കൊണ്ടാണ് ഞാൻ ഇവന്മാരെയൊക്കെ കഥ കഴിക്കുന്നത്. ബുദ്ധിശക്തി പ്രചണ്ഡ, അപ്പൊ ചാട്ടുളി പോലെ ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്. അങ്ങനെ ഓരോ യുദ്ധ ഉപകരണങ്ങളെ കുറിച്ച് പറയുമ്പം ഈ മൂല്യങ്ങളാണ് ഈ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ സ്വാമിജി, അത് വളരെ നന്ദി. അതിന് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ ചാട്ടുളിയെ കൂടുതൽ എന്താ പറയുക ദൃഢപ്പെടുത്താൻ, നമ്മുടെ യുദ്ധ ഉപകരണങ്ങളെ ഏറ്റവും മൂർച്ചയുള്ളതാക്കി തീർക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് സ്ക്രിപ്റ്റേഴ്സ്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ അതിനിപ്പോൾ നമ്മൾ പൂജിച്ചത് കൊണ്ടോ അത് വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് വിളക്ക് കത്തിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. അതൊരു പുസ്തകം എന്നല്ലാതെ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അതെ, സ്ക്രിപ്റ്റേഴ്സ് മനനം ചെയ്യുക. അതെ സ്വാമിജി, വളരെയധികം ഉപകാരം സ്വാമിജി. ഞാനത് ശ്രമിക്കുന്നുണ്ട്. സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാമിജി ചെയ്യുന്നുണ്ടല്ലോ, സ്വാമിജി എല്ലാ വിധത്തിലും അത് ചെയ്യുന്നുണ്ട്. ഓക്കെ സ്വാമിജി. അപ്പോൾ എനിക്ക് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് 8ാമത്തെ ക്ലാസ്സില് സ്വാമിജി ഇതിൽ 1-2 തവണ പറഞ്ഞു അത്, പക്ഷെ എന്നിട്ടും എനിക്കത് മനസ്സിലായില്ല. അതായത് ആത്മൻ, അനാത്മൻ, പരമാത്മാൻ എന്നുള്ള ആ ഒരു റിപ്രസന്റേഷനില് പരമാത്മാവിനെ ജലാകാശത്തിനോട് ഉപമിച്ചത് അങ്ങനെ തന്നെയാണോ സ്വാമിജി പറഞ്ഞത്? അതോ എനിക്ക് എന്തെങ്കിലും അങ്ങനെയാണോ?
മഹാകാശം. മഹാകാശമാണ് പരമാത്മാവ് അല്ലേ? അതെ. അപ്പൊ ആത്മനോ? ആത്മാവും ജീവാത്മാവുമായിട്ട് നമുക്ക് ഈ ഘടാകാശത്തെയും ജലാകാശത്തെയും ഒക്കെ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ അനാത്മൻ പ്രതിബിംബാകാശം, ആത്മൻ നമുക്ക് ഘടാകാശമായിട്ട് പറയാം, പരമാത്മൻ അപ്പൊ മഹാകാശം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് അത് ക്ലിയർ ആയി സ്വാമിജി. താങ്ക് യു. അപ്പോ വളരെ നന്ദി സ്വാമിജി. ഹരി ഓം. സൗമ്യ ക്ലിയർ ആയോ? വരുന്നുണ്ടോ? പോയി തോന്നുന്നുണ്ട്. അപ്പോ ലക്ഷ്മി എന്താ ഇന്ന് എന്തെങ്കിലും ഉണ്ടോ? ഹരി ഓം സ്വാമിജി. ഞാന് മാനസസഞ്ചാരി പഠിച്ചോ മാനസസഞ്ചാരി? ഒരു വിധം സ്വാമിജി. ഓക്കെ. മാനസസഞ്ചരരേ മാനസസഞ്ചരരേ ബ്രഹ്മണി മാനസസഞ്ചരരേ ബ്രഹ്മണി മാനസസഞ്ചരരേ ബ്രഹ്മണി മാനസസഞ്ചരരേ മദശിഖി പിഞ്ചാ അലങ്കൃത ചിഗുരേ മദശിഖി പിഞ്ചാ അലങ്കൃത ചിഗുരേ മഹനീയ കപോലജിതമുരേ മദശിഖി പിഞ്ചാ അലങ്കൃത ചിഗുരേ മഹനീയ കപോലജിതമുരേ മാനസസഞ്ചരരേ ശ്രീരമണീ കുശ ദുർഗവിഹാരേ ശിവകജന മന്ദിര മന്ദാരേ ശ്രീരമണീ കുശ ദുർഗവിഹാരേ ശിവകജന മന്ദിര മന്ദാരേ പരമഹംസ മുഖ ചന്ദ്രചകോരേ പരമഹംസ മുഖ ചന്ദ്രചകോരേ പരിപൂരിത മുരളീരവധാരേ പരമഹംസ മുഖ ചന്ദ്രചകോരേ പരിപൂരിത മുരളീരവധാരേ മാനസസഞ്ചരരേ ബ്രഹ്മണി മാനസസഞ്ചരരേ. താങ്ക് യു സ്വാമിജി. ഉഷാറായിണ്ട്. താങ്ക് യു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്ക് നാളെ കാണാം.